കോൺഗ്രസ് നേതാവും മുൻ കുന്നത്തൂർ എംഎൽഎ കോട്ടക്കുഴി സുകുമാരന്റെ മകനുമായി ദിനകർ കോട്ടക്കുഴി ബിജെപിയിൽ ചേർന്നു. തന്നെ അകാരണമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നിൽ ഒരു വിഭാഗം നേതാക്കളാണെന്ന് ദിനകർ കോട്ടക്കുഴി കുറ്റപ്പെടുത്തി. ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിനും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും ബിജെപി നേതൃത്വം നൽകുന്ന കരുത്ത് തിരിച്ചറിഞ്ഞാണ് തീരുമാനമെന്ന് ദിനകർ വ്യക്തമാക്കി. മുൻ കുന്നത്തൂർ എംഎൽഎ കോട്ടക്കുഴി സുകുമാരന്റെ മകനും കോൺഗ്രസ് നേതാവും ദളിത് കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റുമായ ദിനകർ കോട്ടക്കുഴി ബിജെപിയിൽ ചേർന്നു. മുമ്പ് കോൺഗ്രസ് നേതൃത്വവുമായി വിയോജിച്ചു നിന്ന ദിനകറിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് നടപടിക്ക് വിധേയനാകേണ്ടി വന്നിരുന്നു. കുന്നത്തൂർ അസംബ്ലി സീറ്റിന് വേണ്ടി ദിനകർ ശ്രമം നടത്തിയെങ്കിലും പരിഗണിച്ചില്ല. ഇതിനിടെയാണ് ദിനകർ ബിജെപി പാളയത്തിലെത്തുന്നത്. കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ ദീർഘകാലം പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് പാർട്ടി ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു. ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിനും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും ബിജെപി നേതൃത്വം നൽകുന്ന കരുത്ത് തിരിച്ചറിഞ്ഞാണ് ഈ തീരുമാനമെന്ന് ദിനകർ വ്യക്തമാക്കി. എഐസിസി സെക്രട്ടറി അറിവഴകൻ ശാസ്താംകോട്ടയിലെത്തിയപ്പോൾ തന്റെ പേര് തെരഞ്ഞെടുപ്പിന് പരിഗണിച്ചിരുന്നുവെന്നും ഒരു വിഭാഗം നേതാക്കൾ തനിക്കെതിരെ പടയൊരുക്കം നടത്തി അകാരണമായി തന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് ബിജെപിയിൽ ചേരുന്നതെന്നും ദിനകർ കോട്ടക്കുഴി പറഞ്ഞു. സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്ത് നിന്ന ഒരു വ്യക്തിയാണിത്. എനിക്ക് ഈ അടുത്ത സമയത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും എനിക്കെതിരായിട്ടുള്ള പടയൊരുക്കം തന്നെ നടന്നതെന്ന് ഈ അടുത്ത സമയത്ത് എഐസിസി സെക്രട്ടറി ശ്രീ അറിവഴകൻ ഭരണിക്കാവ് കോൺഗ്രസ് ഭവനിൽ വന്നിട്ട് മത്സരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം ബയോഡാറ്റ കളക്ട് ചെയ്തു. ഏതാണ്ട് 75ഓളം പേരുടെ പേരാണ് 75ഓളം പേരാണ് ഈ ബയോഡാറ്റ കൊടുത്തത്. അപ്പോൾ ഈ കൊടുത്തതിൽ ഞാൻ ആ പരിപാടിയിൽ പോയതുമില്ല, ഞാൻ അതിൽ പങ്കെടുത്തതുമില്ല. കാര്യം എനിക്ക് ഒരു സ്ഥാനാർത്ഥി മോഹമുള്ള ഒരാളെ ആയിരുന്നില്ല. പക്ഷെ അവിടെ കൂടിയതിൽ ബഹുഭൂരിപക്ഷം പേരും അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യത്തിന് കോട്ടക്കുഴി സുകുമാരൻ എക്സ്-എം-എൽ-എയുടെ മകൻ ദിനകർ കോട്ടക്കുഴി കുന്നത്തൂരിൽ നിന്നാൽ ജയിക്കും എന്നുള്ള ഒരു അഭിപ്രായം അവർ പറയുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് കുന്നത്തൂരിൽ ഒരിക്കലും ഒരു UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ച് MLA ആകരുത് എന്ന് കരുതുന്ന ഒരു വിഭാഗം നേതാക്കൾ അവരാണ് എനിക്കെതിരായിട്ടുള്ള ഈ പടയൊരുക്കം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.